ഹലോ ഗൈസ്, ചെറിയൊരു പണിയിലാണ്. ഒന്നുമില്ല, കുറച്ച് മീൻ വറ്റിച്ചതും മീൻ മുളകിട്ടതും കുറച്ച് കപ്പയും. അപ്പോൾ പരമാവധി എനിക്ക് ആഗ്രഹമുള്ള ഫുഡുകളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യും, അടുക്കളയിൽ നമ്മൾ വൈഫിൻ്റെ കൂടെ നിന്നിട്ട് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യും. അപ്പോൾ ആ ചെറിയൊരു പരിപാടിയിലാണ്. നല്ല മഴയല്ലേ പുറത്ത്, അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പോകുന്നില്ല. അതൊന്നും എനിക്കെന്തോ ഒരു അലർജി പോലെ. നമ്മളെ മീൻ കറി, പിന്നെ കപ്പ പുഴുങ്ങിയത്, പിന്നെ കുറച്ച് ചമ്മന്തി, അതായത് മുളക് ചമ്മന്തി, പിന്നെ ചൂട് ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാനല്ലേ, നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞാൽ കഴിക്കാൻ തുടങ്ങുകയാണ് ഞാൻ. അപ്പോൾ ഓക്കെ, നല്ലൊരു മഴയാണ് പ്രതീക്ഷിക്കുന്നത്, പക്ഷേ മഴ ഇല്ല. അപ്പോൾ ഇതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ലൊരു വിഭവങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഞാൻ തുടങ്ങുകയാണ്. ഉറുക്കിൻ്റെ ആവശ്യമില്ല ഇതിൽ. ശരിക്കും എന്താ പറയുക പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ എടുത്ത് ഒന്ന് ഞെരടി ഇതാണോ, നല്ല കപ്പയ്ക്ക് നല്ല ഇതായിട്ടുണ്ട്. ശരിക്കൊന്ന് എല്ലാ സ്ഥലത്തും എങ്ങനെ എനിക്കിങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം, അതായത് പീസായിട്ട് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. കാരണം സംഭവം ശരിയാണ്, കുത്തി ഉടക്കുകയാണെന്ന് വെച്ചാൽ ഒന്നും കൂടി സുഖമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഫീല് വേറെയാണ്. കാരണം ഇങ്ങനെ കുത്തി ഉടച്ച് കഴിഞ്ഞാൽ ഉടച്ചിട്ട് ഇങ്ങനെ കിട്ടുന്ന ഒരു ഫീല്. അതിൻ്റെ കൂടെ കുറച്ച് മീൻ, ഈ കൂടെ കുറച്ച് മീനും കൂടി എടുത്തിട്ട് അതിൻ്റെ കൂടെ വെച്ച ഒരു സാധനം. ഇതിൻ്റെ ഇടയിൽ എൻ്റെ കുഞ്ഞൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞൂസിന് ഞാൻ ആദ്യം എൻ്റെ കുഞ്ഞൂസിനൊരു ചക്കരമാമ്പ് കൊടുക്കട്ടെ. ആദ്യം എങ്ങനെയുണ്ട്? സൂപ്പറാണോ? പറ, സൂപ്പറാണോ? എന്താ പറ, എന്താ എരിയുണ്ടോ അതോ സൂപ്പർ മാമു ആണോ? എന്താ പറ, എരിയുണ്ടോ? ശരി, ഇതൊരു കടി അടിച്ചോ. ഇതെരിയില്ല. ഇതെരിയുണ്ടോ? ഒരു കടി കൂടി കഴിച്ചോ. സൂപ്പർ മാമാണോ? എൻ്റെ ചെറിയ മകനാണ്, ആൾ കുറച്ച് വികൃതിയാണ്. കാരണം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഞാനിതാ അത് മീൻ ഇപ്പം ഉണ്ടാക്കിയത് കൊണ്ട് ആ ഒന്നുകൂടി ഒരു ഇത് വേണമല്ലോ. ഇതിങ്ങനെ ഉടച്ചിട്ട് നമ്മളായിട്ട് ഉടച്ചിട്ട് അങ്ങനെയാണ് എനിക്കിഷ്ടം. പിന്നെ ഇങ്ങനെ തന്നെ വേണമെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കൂടി ചെയ്യാമല്ലോ. നമ്മൾ കുറച്ച് കുറച്ച് കാന്താരി ഇതിങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഒരു കഴിക്കണം. ഇതിങ്ങനെ പണ്ടൊക്കെ ചായ കുടിക്കുമ്പോൾ ഉള്ള പരിപാടിയാണിതാ. ചായ കുടിക്കുമ്പോൾ എടുക്കുക. അതിൻ്റെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം എന്താ പറയുക, നമ്മൾ വീട്ടിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ നല്ല ഉടച്ച് കഴിക്കുന്നതാണ്. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു ഇതുള്ളത് കഴിക്കുന്നതാണ് എനിക്ക് കൂടുതൽ. അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു പീസ് ഇതും കൂടി മീനും കൂടി കൂട്ടിയിട്ട് അതുപോലെ പിന്നെ ഒരു ചൂട് ചായ കൂടി കൊള്ളാം. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഇതുകൊണ്ട് എന്താ പറയുക, ഈ മുളക് ഇങ്ങനെ എടുക്കുക,
എന്നിട്ട് അത് കൂട്ടിയിട്ട് അത് കുറച്ചുകൂടി ഇടാൻ ആ മുളകും അതിൽ മുളകും കുറച്ച് ചെറുള്ളിയും കുറച്ച് എന്താ പറയുക വെളിച്ചെണ്ണ കൂടി അവിടെ മിക്സ് ചെയ്ത്. പണ്ട് ഇതൊന്നും ഉണ്ടാവില്ല, പണ്ട് വെറും ഈ ഇത് സംഭവം മാത്രമേ ഉണ്ടാവും. അതിൻ്റെ കൂടെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ. എൻ്റെ ഒരു ഓർമ്മയിൽ ഏകദേശം ചെറുപ്രായത്തിലൊക്കെ എപ്പോഴും വിശക്കണതിന് കൂടുതൽ ഇങ്ങനെയൊക്കെ നാട്ടിലെ. എന്തായാലും സംഗതി സൂപ്പറാണ്, എല്ലാവരും കഴിക്കുന്നതാണ്. എനിക്കിഷ്ടപ്പെട്ട നല്ലൊരു ഫുഡിൽ ഒന്നതാണ്. അത് സൂപ്പർ, എല്ലാവരും കഴിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ.